الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം രഹസ്യ പരസ്യ സ്വകാര്യ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനക്കങ്ങളിലും അടക്കങ്ങളിലും യഥാവിധം പാലിച്ച് മുത്തഖികളായി മുഅ്മിനീകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അബദ്ധവശാൽ അറിവില്ലായ്മ കൊണ്ടോ ജാഗ്രത കുറവ് കൊണ്ടോ സംഭവിച്ചു പോകുന്ന വീഴ്ചകൾ ചെറുതാവട്ടെ വലുതാവട്ടെ കരുണാവാദിത്യായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം സംഭവങ്ങൾ കഥകൾ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. വ്യക്തികളുടെ കഥകളുണ്ട്, അതിൽ തന്നെ പ്രവാചകന്മാരുടെ കഥകളുണ്ട്. പ്രവാചകന്മാരല്ലാത്ത വ്യക്തികളുടെ പേരുകളൊന്നും പരാമർശിക്കാത്ത ധാർമ്മിക നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും ധർമ്മ പോരാട്ടത്തിൽ ഏർപ്പെട്ട ആളുകളുടെ കഥകൾ, സംഭവങ്ങൾ പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. നാഗരികതകൾ, സമുദായങ്ങൾ, സമൂഹങ്ങളുടെ സംഭവങ്ങൾ, അങ്ങനെയൊക്കെ ധാരാളം
പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആവശ്യമില്ലാത്ത വിധം വിശദീകരണം ആവശ്യമില്ലാത്ത വിധം നമുക്കതൊക്കെ അറിയാം. ഖസസ് എന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ ഖസസ്, കഥകൾ, പ്രവാചകന്മാരുടെ കഥകളാണ്. പ്രത്യേകിച്ച് മൂസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട കഥകളാണ് ധാരാളമായിട്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഉണർത്തുന്നത് എന്ന് നമുക്കറിയാം. ഇതിലൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതീർണമായ ഒരു വേദഗ്രന്ഥം, അത് കഥകളുടെ ഗ്രന്ഥമല്ല, സംഭവങ്ങൾ പറയുന്ന ഗ്രന്ഥമല്ല. അതേസമയം ഏത് കാലത്തും വ്യക്തികളും നാഗരികതകളും സമുദായങ്ങളും ഒക്കെ ഈ സംഭവങ്ങളും കഥകളും ഒക്കെ വീണ്ടും വീണ്ടും പുനർവാഹിക്കുമ്പോൾ അവര് ജീവിക്കുന്ന ചുറ്റുപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അതിനെ വാഹിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠം ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച് കാണിക്കുന്നു എന്നതാണ് ഈ കഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തു വെച്ച കാര്യം സൂറത്തു യാസീനിലെ ഒരു സംഭവമാണ്, ഒരു കഥയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിലെ ചില പ്രയോഗങ്ങൾ ഇപ്പൊ ചിലയിടത്ത് നമ്മൾ സാധാരണഗതിയിൽ വയസ്സായ ആളുകൾക്ക് ഷെയ്ഖ്, കിബാർ, വലിയവർ, പ്രായാധിക്യം കൊണ്ട് കുറച്ചും കൂടി ഉയർന്ന ആളുകൾ, വയസ്സുള്ള ആളുകൾ, ഇവരെ ഷെയ്ഖ് എന്നാണ് പറയുന്നത്. കുട്ടിയെ നമുക്കറിയാം തിഫിൽ എന്നതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നത്. സാധാരണ റജുൽ എന്ന് പറഞ്ഞാൽ അറബിയിലെ ഒരു പ്രയോഗമാണ്. ചെറുപ്പം കൂടി എന്തും ചെയ്യാൻ പ്രാണിയുള്ള ഒരു കൂട്ടം ആളുകൾ, അതിൽപ്പെട്ട ആളുകളെയാണ് റജുൽ, അങ്ങനെയുള്ള പുരുഷന്മാരെയാണ് റജുൽ എന്ന് പറയുന്നത്. അപ്പൊ റജുൽ എന്നുള്ള ഒരു പ്രയോഗം വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്ന ചില കാര്യങ്ങൾ. ഒരു ഗ്രാമത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഒരു പുരുഷൻ, ഒരു യുവാവ്, ഒരു ചെക്കൻ, ഒരു ചെറുപ്പക്കാരൻ, എന്തിനു പോലെ ഒരു ചെറുപ്പക്കാരൻ വളരെ ധൃതിയിൽ ഇങ്ങോട്ട് വരികയാണ്, വളരെ വേഗത്തിൽ വരികയാണ്. ഒരു സംഭവത്തിലേക്കാണ് വന്നു ചാടുന്നത്. ആ സംഭവം ഖുർആൻ അതിന് മുമ്പ് പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിന്റെ കഥ അവരെ ഒരു ഖുർആൻ തന്നെ ഉദാഹരണമായിട്ട് അവരുടെ മുമ്പിൽ വെക്കുകയാണ്. സൂറത്തുൽ യാസീനിലെ പ്രത്യേകം നമുക്കറിയാം, ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്, മൂന്നിലൊന്നാണ് എന്ന് പറയുന്നത്. ഖുർആനിന്റെ ഖൽബാണ് യാസീൻ. അതുകൊണ്ട് യാസീൻ വായിക്കണം, വീട്ടിലുണ്ടാവണം. മരണപ്പെട്ടതിന് ശേഷമല്ല, മരിക്കാൻ കിടക്കുന്ന, ആസനായി കിടക്കുന്ന ആളുകൾക്കും യാസീൻ കേൾപ്പിക്കണം. ഖുർആൻ, യാസീൻ, സൂറത്തു യാസീനും ബഖറയും നിങ്ങളുടെ വീടുകളിൽ, കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഖൽബുൽ ഖുർആനിൽ പറയുന്ന ഒരു കഥ, ഒരു ഗ്രാമത്തിന്റെ കഥ. ആ ഗ്രാമത്തിലേക്ക് പ്രവാചകന്മാർ വന്നു ചേർന്ന ഒരു സന്ദർഭം. അവർ രണ്ടുപേരുണ്ടായിരുന്നു. ആ രണ്ടുപേരെയും ആ ഗ്രാമത്തിലെ ആളുകൾ, ആ നാട്, ആ പ്രദേശം, ആ മഹല്ല്, ആ ഗ്രാമം, ആ വാർഡ്, ആ ടൗണ്, ആ സിറ്റി, അവരിലേക്ക് രണ്ട് പ്രവാചകന്മാർ വന്നപ്പോൾ ആ രണ്ട് പ്രവാചകന്മാരെയും കളവാക്കി. മൂന്നാമതൊരാളെയും കൂടി അവിടെ കഴിച്ചിട്ട് ഈ രണ്ടുപേരെയും ശക്തിയേൽപ്പിച്ചു. പിൻബലമേകി ഇവരെ രണ്ടുപേരെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാളെ പറഞ്ഞയച്ചു. അവർ പറഞ്ഞു, ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ മൂന്നുപേരും നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ, നിങ്ങളിലേക്കുള്ള ദൂതന്മാരാണ്. ഖാലു മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുനാ, തുടങ്ങി ചൊറിയാൻ. നാട്ടുകാരും ഗ്രാമപ്രദേശത്തിലെ ആളുകളും പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇവർക്കെതിരെ വേറെ മറുചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ ആരാത് പറയാം? നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യന്മാരല്ലാതെ വേറൊരു മനുഷ്യരല്ല. ഞങ്ങൾക്കറിയുന്ന ഒരു റഹ്മാനുണ്ട്, ആ റഹ്മാൻ നിങ്ങളെ ദൂതനായിട്ടൊന്നും അയച്ചിട്ടില്ല. നിങ്ങൾ നല്ല ആൾക്കാർ, നിങ്ങൾ നാട്ടിലേക്ക് നന്മന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് വന്ന് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ നീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ സമാധാനത്തിന്റെ ആളുകൾ, ഇത് പറഞ്ഞിട്ട് ഞങ്ങളടുത്തേക്ക് വരണം. ഞങ്ങൾ ഇന്ന് പ്രവാചകരെന്നല്ല, ഞങ്ങളെ പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യരാണ്. നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, കള്ളപ്രചാരണം നടത്തുന്ന ആളുകളാണ്.
നിങ്ങളിവിടെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ വാക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണ്. നിങ്ങളിപ്പോൾ നീതിയുടെ ആളുകളായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഈ വന്നു കയറിയ പ്രവാചകന്മാർക്കെതിരെ മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിലതും അവരെ ആക്രമിക്കാനും അതുപോലെ തന്നെ ആട്ടിയോടിക്കുവാനുമുള്ള ശ്രമം നടത്തി. പ്രവാചകന്മാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏൽപ്പിച്ച ഈ സന്ദേശം എത്തിക്കാന്നല്ലാതെ വേറെ ദൗത്യൊന്നും ഞങ്ങൾക്കില്ല. എന്നിട്ട് പിന്നെ അവർ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇതൊന്ന് പിന്മാറുന്നില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ദുഷ്ടാണ്. നിങ്ങൾ പിന്മാറുന്നില്ലെങ്കിൽ എറിഞ്ഞാടിക്കും, എറിഞ്ഞ് നിങ്ങൾ ആട്ടിയോടിക്കും. മാത്രമല്ല ഞങ്ങളെ കയ്യിൽ പലതുമുണ്ട്. ഞങ്ങളെ കയ്യിൽ ചിലപ്പോ ആൾക്കൂട്ടം നോക്കി നിൽക്കെ തന്നെ നിങ്ങളെ കൊന്നുകളയും. ഞങ്ങൾ ആൾക്കൂട്ടം നോക്കി നിൽക്കെ തന്നെ നിങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ രാജ്യദ്രോഹികളാണ്, ഈ പ്രദേശത്ത് ഞങ്ങൾക്കെതിരെ നിലയുറപ്പിച്ചവരാണെന്ന് പറഞ്ഞിട്ട് ആട്ടിയോടിക്കും. ഞങ്ങളുടെ കയ്യിൽ നിങ്ങളെ വേദനയേറിയ ശിക്ഷകൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഉണ്ടാവും. അവർ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ പിന്മാറുന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളാട്ടിയോടി. ഞാൻ ഈ സംഭവമൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ അങ്ങനെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ന്യൂസിലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തന്നെ തുലനം ചെയ്യാം. ഞങ്ങൾക്കെതിരെ എന്താണ് സംസാരിച്ച മോബ് ലിഞ്ചിങ്ങിന് ഞങ്ങൾ വിധേയമാക്കും, ആൾക്കൂട്ട കൊലപാതകം നടത്തിയിട്ട് ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് മാത്രമല്ല, ഞങ്ങളിൽ നിന്നുള്ള ചില വേദനാജനകമായ ശിക്ഷ. ഇതല്ലാത്തതും നിങ്ങൾക്കെതിരെ ഞങ്ങൾ പുതിയ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെതിരെ ഞങ്ങൾ പലതും പ്രചരിപ്പിക്കും, കള്ളവാദങ്ങൾ പ്രചരിപ്പിക്കും, കള്ളക്കേസുകൾ ചുമത്തും, പലതും ഞങ്ങൾ നിങ്ങൾക്കെതിരെ ചുമത്തും. എന്നിട്ട് നിങ്ങളെ ജയിലിൽ തടവറയാക്കും, ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഞങ്ങൾ നിങ്ങളെ ഓടിപ്പിക്കും. എന്നിട്ട് അപ്പ അവിടുന്ന് പറഞ്ഞു, ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇവിടെയാണ് നമ്മള് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. പ്രവാചകന്മാർ വന്നു കളിയാക്കി ആട്ടിയോടിക്കുന്നു പറഞ്ഞു, ഞങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളെ ഏൽപ്പിക്കുന്നു പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞിട്ട് ആ ഗ്രാമവും ആ പ്രദേശവും വന്നു കയറിയ ദൂതന്മാർക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ച സമയത്താണ് ഒരു ചെക്കൻ, ഒരു യുവാവ്, ഒരു മനുഷ്യൻ, നീതിയുടെ പക്ഷത്തിൽ നിലയുറപ്പിച്ച ഒരു മനുഷ്യൻ ഈ ഗ്രാമത്തിന്റെ ടൗണിന്റെ അങ്ങേ തലക്കിൽ നിന്ന് ഓടി വരുന്നത്. എന്റെ സമുദായമേ, ഇവിടെ നമ്മക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരെ പിൻവലിവും നിങ്ങളെടുത്തുനിന്ന് കൂടി വയ്ക്കുന്നില്ലല്ലോ എന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾക്കുള്ള പ്രവാചകന്മാർ ഞങ്ങളുടെ കയ്യിലുള്ള സന്ദേശം സത്യത്തിന്റെ സന്ദേശം, സമാധാനത്തിന്റെ സന്ദേശം, മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഒരു കൂലി നിങ്ങളോട് ചോദിച്ചിട്ടില്ലല്ലോ. സന്മാർഗകാരികളാണ് അവർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങളെ ആക്രമിക്കാനല്ല, നിങ്ങളെ കൊന്നെടുക്കാനല്ല, നിങ്ങൾക്കെതിരെ വേറെ എന്തെങ്കിലും യുദ്ധത്തിന് വേണ്ടിയിട്ട് അറിയിപ്പോകാൻ. നിങ്ങൾ അവർ സന്മാർഗർ. ഒരു കൂലിയും അവരിനോട് ചോദിച്ചു. ഇങ്ങനെ വന്നു ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കഥ നീതിയുടെ പക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ മൗനമായിട്ടുണ്ട്. ഒരു നാടും ഒരു പ്രദേശവും ഇങ്ങനെ മൗനം പാലിച്ചു, മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഈ സത്യത്തിനും നീതിയുടെയും പക്ഷത്തിൽ നിലയുറപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ അങ്ങേ അറ്റത്ത് നിന്ന് ഓടി വന്നുകൊണ്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൂതന്മാരുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് നാടും നഗരവും നാട്ടുകാരും മുഴുവൻ മൗനത്തിൽ നിന്നപ്പോ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പോയി. പിന്നെ ആ ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞു. അങ്ങനെയാണല്ലോ, നീതിയുടെ പക്ഷത്തുണ്ടോ, നീതിയുടെ പക്ഷത്തിനോട് സംസാരിച്ചാൽ ആ സംസാരത്തെ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നിങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നോക്കി. ഒരു സമുദായത്തിന്റെ നെടുന്തൂണാണ്, ഒരു സമൂഹത്തിന്റെ പില്ലറാണ് യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല, ഒരു രാജ്യത്തിന്റെ ആവശ്യം, ഒരു സമുദായത്തിന്റെ ആവശ്യം, ഒരു നാഗരികതയുടെ ആവശ്യം. നമ്മൾ പറയാനുണ്ട് ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ജസ്റ്റിസ്. ഇത് പറയുന്നത് ഇതൊക്കെ ഒരു നാഗരികതയുടെയും ഒരു സമുദായത്തിന്റെയും പില്ലറായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? നീതിയുടെ പക്ഷത്ത് നിന്നപ്പോ നിങ്ങൾ ജിഹാദി ആണ്, നിങ്ങൾ തീവ്രവാദിയാണ്, ഒന്നെടുക്കും, ഞങ്ങൾ ഇല്ലാതാക്കാം. അതുകൊണ്ട് പട്ടണത്തിന്റെ അങ്ങേ തലക്കെന്ന് ഓടി വന്ന്
പ്രവാചകന്മാരുടെ പക്ഷം ചേർന്ന് എല്ലാവരും മൗനായപ്പോ ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന ഈ ചെക്കനെ അവരെന്ത് കൊന്നു കളഞ്ഞു. അവർ പറയുന്നുണ്ട് സംഭവം. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിച്ചു. നിന്റെ കൗമിത അറിഞ്ഞിരുന്നു. ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചതും സത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചതും പ്രവാചകന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതും സത്യത്തിന് വേണ്ടിയിട്ട് നിലനിർപ്പിച്ചതൊക്കെ എന്റെ സമുദായം അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചത് അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ റബ്ബിന് പുറത്തു തന്നത് അറിഞ്ഞിരുന്നെങ്കിൽ, ആദരിക്കപ്പെട്ടവരിൽ എന്നെ ഉൾപ്പെടുത്തിയത് ഇവർ അറിഞ്ഞിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് സ്വർഗത്തിലേക്ക് റൂഹിനെ ബോധിപ്പിക്കുന്നത് കൂടി പരിശുദ്ധ ഖുർആൻ ഖസസായിട്ട്, കഥയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു വചനമുണ്ട്. ഇതാണ് ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വചനം, ഒരു ചെറുപ്പക്കാരൻ. മറ്റൊരു ചെറുപ്പക്കാരനുണ്ട്, മറ്റൊരു വചനം. ഫിറഔൻ ഇങ്ങനെ ആക്രോശിച്ചു നിൽക്കുകയാണ്. ആരായി മൂസ? നമ്മളെ കൂട്ടത്തിൽ ഒരാളെ കൊന്നു. ഫിറഔൻ ഇങ്ങനെ അതിന്റെ ഏകാധിപതി, ലോകം അതിനേക്കാൾ വലിയൊരു ഏകാധിപതി ഫാസിസ്റ്റ് ഇന്ന് വരെ കണ്ടു. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ജീവനോടെ കൊന്നൊടുക്കിയ ഏകാധിപതി, അതിനേക്കാൾ വലിയ ഏകാധിപതി ലോകത്ത് കഴിഞ്ഞു പോയി. ഈ ഫിറഔൻ ഇങ്ങനെ ആഘോഷിച്ച് ബഹളട്ട് ഒച്ചണ്ടാക്കി, ഈ മൂസനെ ഞാൻ കഴുത്തടുക്കും. അവര് അവന്റെ റബ്ബിനൊക്കെ പ്രാർത്ഥിച്ചോട്ടെ. ഈ മൂസനെങ്ങനെ വെറുതെ വിട്ടാണ് നാട്ടുകാരോട് വിളംബരം നടത്തുക. ആര്? ഫറോവ ചക്രവർത്തി, ഈജിപ്തിന്റെ രാജാവ് വിളംബരം നടത്തുക. ഈ മൂസനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ആചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സംസ്കാരം തന്നെ, നിങ്ങളിപ്പോ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദീനുണ്ട്, ഈ ദീനിനെ ഈ മൂസ തിരുത്തുക. എന്നിട്ട് നാട്ടുകാരോട് പറയണേ, അതുകൊണ്ട് ഈ മൂസനെ കൊല്ലില്ല, ഈ മൂസനെ കൊല്ലും. അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഭൂമി. അപ്പം ഫിറഔന്റെ കാഴ്ചപ്പാടിൽ മൂസ കുഴപ്പക്കാരൻ. ഫിറഔന്റെ കാഴ്ചപ്പാടിൽ മൂസ അലൈഹിസ്സലാമിന്റെ ദർശനം നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിന്റെ ഈ ദീനിനെയും അടിമുടി മാറ്റാനുള്ള പ്രഹരശേഷിയുള്ള സന്ദേശമായിട്ടാണ് മൂസ വന്നത്. ദീൻ എന്താന്നുള്ളത് ഫിറൗന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ദീൻ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ഫിറൗനെ മൂസനെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും സംസ്കാരത്തിലും ഇടപാടുകളിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഒക്കെ ഇടപെടാൻ ശേഷിയുള്ള ഒരു ദീനായിട്ടാണ് ആര് വന്നിട്ടുള്ളത്? മൂസ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ കൊല്ലില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളംബരം നടത്തി ആഘോഷിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് മൂസ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, വഖാല മൂസ ഇന്നി ഉദുതു ബിറബ്ബി വറബ്ബികും മിൻ കുല്ലി മുതകബ്ബിർ എന്ന് പറഞ്ഞിട്ട് മൂസ അലൈഹിസ്സലാം ഫിർഔനോട് ഇങ്ങനെ ഒരു സംവാദം നടത്തുന്നുണ്ട്. അത് അതിന് ശിക്ഷ ഉണ്ടാവും, എന്നിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ ശിക്ഷ ഉണ്ടാവും. ഇങ്ങനെ ഈ ഫിർഔൻ മൂസ അലൈഹിസ്സലാമിന്റെ ഇങ്ങനെ ആക്രോശിച്ച് മൂസയെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രസ്താവിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ആ മൗനം ഭേദിച്ചുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരൻ വരുന്നു. മുഅ്മിനായിക്കൊണ്ടുള്ള മറ്റൊരു വചനം, മുഅ്മിനായിക്കൊണ്ടുള്ള മറ്റൊരു വചനം. ഫിർഔന്റെ കുടുംബത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഫിർഔനിന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഫിർഔന്റെ ഫിർഔന്റെ പിതൃവന്റെ മകൻ, മൂത്താപ്പന്റെ എളാപ്പന്റെ മകൻ. അയാൾ വന്നിട്ട് കൊട്ടാരത്തിൽ കയറി വന്നിട്ട് ചെറുപ്പക്കാരൻ വന്നിട്ട് വിശ്വാസിയായ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയാണ്, ഈമാനവും അത്രയും കാലം അദ്ദേഹത്തിന്റെ ഈമാൻ മറച്ചു വെച്ചിരുന്നു. ഒരു ചെറുപ്പക്കാരൻ കൊല്ലുകയാണ് ഫിറൗൻ. ഞാൻ കൊല്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് എല്ലാവരും അന്താളിച്ചു നിൽക്കുമ്പോൾ ഒരാളെങ്കിലും ഉണ്ട് ഫിറൗനോട് ചോദ്യം ചോദിക്കുകയാണ്, ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? അഫ്ളു ജിഹാദ് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ചെറിയൊരു യുദ്ധത്തിൽ നിന്ന് വലിയൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. അത് ഏറ്റവും വലിയ ജിഹാദ്, ജിഹാദുൻ നഫ്സ്. മറ്റൊന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ ജിഹാദ് എന്ന അക്രമിയും തമ്മാടിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെ വാക്ക് പറയാനാണ് ഏറ്റവും വലിയ ജിഹാദ്. ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരനെ കൊല്ലും എന്നതാണോ ഫിർഔൻ താങ്കൾ പറയുന്നത്? അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ, അതായത് മൂസ അലൈഹിസ്സലാമിനെ കൊല്ലാനാണ് ഫിറഔൻ താങ്കൾ വിളംബരം നടത്തുന്നത്. അതിനാണോ താങ്കൾ വിളംബരം നടത്തുന്നത്?
നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തം വന്നിട്ടില്ല. ഈ പ്രവാചകനാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തം ഫിർഔൻ താങ്കളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അടിപതറുമ്പോ കൊന്നുകളയുക എന്നതാണോ താങ്കളുടെ നിലപാട്? ആരെ ചോദിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ. ആരെ ചോദിക്കുന്നത്? ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ നാട് ഇതുപോലുള്ള ചെറുപ്പക്കാരത്തിനുണ്ട്. പ്രവാചകന്മാരിനും വരില്ല, പ്രവാചകന്മാരിനും ഉണ്ടാവില്ല. പക്ഷെ പ്രവാചകന്മാരില്ലാത്തോട്ട് പ്രവാചകന്മാരുടെ സന്ദേശവുമായി കൊണ്ട് ഒരു സമുദായത്തെ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റെടുക്കുന്ന ചെറുപ്പക്കാർ, അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കും, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്ത് ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് നിങ്ങളാണ് അക്രമികാരികൾ, നിങ്ങളാണ് തമ്മാടികൾ, നിങ്ങളാണ് ഞങ്ങൾക്കെതിരെ ജിഹാദികൾ എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അങ്ങനെയാണല്ലോ. എവിടെയെങ്കിലും പൊട്ടിയാൽ ബോംബ് പൊട്ടിയാൽ ഇവിടുത്തെ എല്ലാവരും പ്രചരിപ്പിച്ചിരുന്നു ആ പൊട്ടലിന്റെ പിന്നിലാണ് ജിഹാദികളാണ്. ഒന്ന് അവിടെ അങ്ങനെ കൊടുമ്പിരി കൊള്ളുക, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ നീതിയുടെ വാക്ക്. റജുലൻ, ഒരു പറ്റം ചെറുപ്പക്കാർ, വിദ്യാർത്ഥി, നീതിക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉണ്ടാവുമല്ലോ ആ കൂട്ടത്തിലുണ്ട് ഒരു പ്രസ്താവന വരുന്നു, ആ സമരത്തിലുണ്ട് ജിഹാദ്. ഇത് കേൾക്കുമ്പോൾ നമ്മളോട് പേടിക്കും. പറയിച്ചല്ലോ, ഭീകരവാദിയാണെങ്കിൽ എന്റെ മകന്റെ മയ്യത്ത് കാണണ്ടെന്ന് പറഞ്ഞു, പറയിപ്പിച്ചു മീഡിയക്കാരും പത്രക്കാരും. തിരിച്ചു പറയാൻ തുടങ്ങി. നമ്മൾ ചില റജുലും, ചില ആളുകൾ, ചില ചെറുപ്പക്കാരെ അവർ തിരിച്ചും മറുചോദ്യം ചോദിച്ചു. നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതക്തലൂൻ മൂസ, മൂസയെ ഞാൻ കൊല്ലും. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സത്യത്തെ കൊല്ലും, നീതിയല്ല. നിങ്ങൾക്കെതിരെ ചാപ്പകുത്തലുണ്ടാവും, ജിഹാദികളെന്ന് പറയും, ഭീകരന്മാരെന്ന് പറയും. എവിടെയെങ്കിലും ഒരു സമരം നടക്കുമ്പോഴേക്ക് ആ സമരം തീവ്രവാദികളുടെ സമരം. പക്ഷെ അവിടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും, നീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നിലനിർത്തി, സമാധാനത്തിന് വേണ്ടി. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലയോ വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ്. നിങ്ങളുണ്ടല്ലോ നീതിയുടെ വാഹകരായിട്ട് എഴുന്നേറ്റുണ്ട്. ശുഹദാഅ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം. അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം. നീതി നിങ്ങൾക്കെതിരാണെങ്കിൽ, വലൗ അലാ അൻഫുസിക്കും, നീതി നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നീതിയുടെ പക്ഷത്ത് നിങ്ങൾ നിലനിർത്തിക്കണം. ഇതൊരു സമുദായത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെയും അണിക്കല്ലാണ്. ഇത് തകരാൻ പാടില്ല. ഇത് തകർന്നാൽ നമ്മുടെ നാഗരികത കാണാം, നാടിൽ കാണാം. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കെതിരാണ്. അവൽ വാലിദൈനി, മാതാപിതാക്കൾക്കെതിരാണ്. അവൽ അഖ്റബിൻ, അടുത്ത ബന്ധുക്കൾക്കെതിരാണ്. ഖുർആനിലെ മറ്റൊരു പരാമർശം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം. എവിടെയും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് അല്ലാഹുവിന്റെ പക്ഷത്താണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേൽക്കണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളായി. നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മൾ വിളിക്കുന്നു റജുൽ. ആധുനിക കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ റജുൽ എവിടെ എന്ന ചോദ്യത്തിന്റെ മൂല്യം മൗനത്തെ ഭേദിച്ച് നീതിയുടെ പക്ഷത്ത്, അതുപോലെ തന്നെ സത്യത്തിന്റെ പക്ഷത്ത്, മനുഷ്യരുടെ പക്ഷത്ത്, അക്രമകാരികൾക്ക്, ഏകാധിപത്യങ്ങൾക്ക്, ഫാഷിസത്തിനെതിരെ ഇങ്ങനെ നിലയുറപ്പിക്കാനുള്ള ധൈര്യം, ധീരങ്ങളാണ് നമ്മൾ കാണിക്കുക എന്ന് പറയുന്നത് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നതാണ്. ഖുർആന്റെ ഓരോ സംഭവവും ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റജുലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ പണി ചെയ്തത്? ആണ് ആൾക്കാർ പറയുന്നത്. ഒരു ചെക്കനെ കുറിച്ച് ഞങ്ങൾ കേട്ടി, ആ ചക്കൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടി. നമ്മളെ മനസ്സിൽ പ്രവാചകന്മാരെ കേൾക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കേൾക്കുമ്പോഴൊക്കെ ഒരു പടുബുദ്ധനായ ഒരാളെ കുറിച്ചിട്ടാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിത്രം വരും. അവരൊക്കെ അവരുടെ ഏറ്റവും നല്ല യുവത്വ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സമയത്ത് ധർമ്മ പോരാട്ടത്തിൽ നടത്തി നീതിക്ക് വേണ്ടി നിലയുറപ്പിച്ചു, സത്യത്തിന്റെ പക്ഷത്ത് നിന്നു. അത് എതിരാണെങ്കിൽ പോലും സത്യത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ചു. ഒരുപാട് കഥകൾ, സംഭവങ്ങൾ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കാം.
നീതിക്ക് വേണ്ടിയിട്ട് സാക്ഷികളാവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പ്രചാരത്തിന് ഓർത്ത് മുത്തഖികളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാനായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണവാർത്ത എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഉപരി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ വിയോഗം എന്ന് പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ്. പല സമുദായത്തിൽ, പല വിഭാഗത്തിൽ, പല സ്വഭാവത്തിൽ സമുദായത്തെ പ്രതിനിധീകരിച്ച വലിയ മനുഷ്യനായിരുന്നു ബഹുമാനായ ആലിക്കുട്ടി മുസ്ലിയാർ. ഇതിനോട്ട് അവരുടെ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഞാനടക്കമുള്ള ആളുകൾ മുമ്പ് വരുന്നത്. ഒരുപാട് നേതാക്കൾ, ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ദീർഘകാല പ്രിൻസിപ്പളായി, അഗാധ ജ്ഞാനമുള്ള പണ്ഡിതനായി, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഭാരവാഹിത്വത്തിലായി, അതിനേക്കാൾ ഉപരി സമുദായത്തിന്റെ നാവായി, കേന്ദ്ര ഹജ്ജ് സെല്ലിന്റെ ചെയർമാനായി, സമുദായത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക. അതിനേക്കാൾ ഉപരി പണ്ഡിതന്മാരുടെ വിയോഗം എന്ന് പറയുന്നത് നമുക്കുണ്ടാക്കുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങൾ നികത്താൻ നമുക്കെന്താ ചെയ്യാൻ കഴിയുക എന്നതുകൂടി ഇത്തരം പണ്ഡിതന്മാരുടെ മരണവാർത്തകൾ നമ്മൾക്ക് ആലോചിക്കുന്നത് നല്ലതാണ്. അവരൊക്കെ അധ്യാപകന്മാരുടെ അധ്യാപകർ, കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും അധ്യാപകരാണ് ബഹുമാനനായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ, അതിനുവേണ്ട ആവശ്യങ്ങൾ പറയാൻ ഒക്കെയുള്ള ആളുകളുടെ കുറിക്കുപോക്ക് എന്ന് പറയുന്ന സമുദായത്തിൽ ഉണ്ടാകുന്ന വലിയ അഗാധമായ നഷ്ടമാണ്. അപ്പൊ അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുകയും പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. അവരുടെ രക്ഷിതാക്കൾ അവരുടെ മക്കളെ അങ്ങനെ പറഞ്ഞയച്ചത് കൊണ്ടാണ് സമുദായത്തിൽ പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒക്കെ കിട്ടിയത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഒരു മക്കളെയെങ്കിലും പണ്ഡിതന്മാരുടെ നഷ്ടം നികത്താൻ നാടിൽ നിന്ന്, മഹലിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന് ദീനറിയുന്ന നല്ല ആഴത്തിൽ വിജ്ഞാനം, ഇസ്ലാമികമായ വിജ്ഞാനീയമുള്ള ആളുകളൊക്കെ ഉണ്ടായി വരിക, നമ്മുടെ വീട്ടിലൊരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ മനുഷ്യൻ മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതായുസ്സിൽ ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകൾ, സമുദായത്തിന് വേണ്ടി, നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. പണ്ഡിതന്മാരുടെ അഭാവത്തിൽ ഈ ഉമ്മത്തിനെ നയിക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, വിജ്ഞാനമുള്ള നല്ല പണ്ഡിതന്മാരെ, നല്ല തലമുറയെ പ്രചരണത്തിന് പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് തമ്പുരാനെ. ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. കരുണാവാദിയായ തെറ്റിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കല തമ്പുരാനെ, തെറ്റിന്റെ പേരിൽ ഞങ്ങളെ പിടികൂടല തമ്പുരാനെ. സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹു നിന്റെ തൃപ്തിയും പ്രതിഫലവും ആഗ്രഹിച്ച് നിന്നെ വജുദ്ദേശിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ നന്മകളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുകയാണ് തമ്പുരാനെ. അല്ലാഹു ആ നന്മകൾ വഴി സ്വർഗം നേടണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ പ്രവാചകന്മാരോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം ഉന്നത പദവി നൽകി അനുഗ്രഹിക്കുകയാണ് തമ്പുരാനെ. അല്ലാഹു മരണം വരെയുള്ള ജീവിതം അല്ലാഹു ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പിശാചിന്റെ ശർറിൽ നിന്ന്, പൈശാചികമായ വൃത്തികേടുകളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, ഭൗതികാസക്തികളിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹു നേർവഴിയിലൂടെ നീ വഴി നടത്തണേ തമ്പുരാനെ. കണ്ണ് ഇമവെട്ടുന്ന നേരം പോലെ ഞങ്ങളെ കാര്യം ഞങ്ങളെ നീ ഏൽപ്പിക്കലാത ഞങ്ങൾ ദുർബലരാണ്. അല്ലാഹുവെ ജീവിതത്തിൽ ഉടനീളം നിന്റെ കാവൽ, നിന്റെ ഒരു സംരക്ഷണം നിങ്ങൾ ഉണ്ടാവണമേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഭാര്യയിൽ, മക്കളിൽ, ഭർത്താവിൽ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ജന്മാരിൽ,
കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങളിൽ നിന്ന് വളരെ നേരത്തെ ഇതിലേക്ക് യാത്ര പോയ പ്രിയപ്പെട്ടവർ അള്ളാഹു ഉപ്പുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരുണ്ട്, അയൽവാസികളുണ്ട്, ഉസ്താദുമാരുണ്ട്. അള്ളാഹുവെ കുടുംബത്തിലെ പല അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ മുന്നിലേക്ക് അവർ മടങ്ങി വന്നിട്ടുണ്ട്. നാഥ അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ജീവിപ്പിക്കണമേ നാഥ. അള്ളാഹു ഞങ്ങളും നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ്. അള്ളാഹു ഞങ്ങൾക്ക് ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതിലേക്ക് മടങ്ങി വരുന്ന അതിന്റെ ഇഷ്ടക്കാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാതെ കാലുകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടി നിന്റെ ഭീകരമായ മുഖത്തെ കണ്ട് നരകം മുന്നിൽ കണ്ട് വേദനകൾ കടിച്ചമർത്തി മരിക്കേണ്ടുന്ന നിർഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ. അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.